Hi friends, എല്ലാവർക്കും ലീവിലേൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഗൂഗിൾ സെർച്ചിൽ യൂട്യൂബ് സെർച്ചിൽ ട്രെൻഡിങ്ങിന് മുകളിൽ ഒരു പോയിന്റ് ഉണ്ട്, ബ്രേക്ക് ഔട്ട്. ആ ബ്രേക്ക് ഔട്ട് പോയിന്റിൽ എത്തിയൊരു ടോപ്പിക്കാണ് ഹൗ ടു ടേക്ക് സ്ക്രീൻഷോട്ട് ഇൻ ലാപ്ടോപ്പ്. അതായത് ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഭൂരിഭാഗം പേരും വിൻഡോസ് 10 ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുക എന്നുള്ളത്. നമുക്ക് സമയം കളയേണ്ട, എൻ്റെ ലാപ്ടോപ്പ് ഇത് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ലാപ്ടോപ്പിൽ പോയിട്ട് നോക്കാം എങ്ങനെയാണ് നമ്മൾ ലാപ്ടോപ്പിൽ സക്സസ്ഫുൾ ആയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളത്. നമ്മൾ 2-3 മെത്തേഡ്സ് നമ്മളിതിൽ നോക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്ക്രീൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ കീബോർഡിൽ തന്നെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു കീബോർഡിൽ തന്നെ നമുക്കൊരു സ്വിച്ച് ഉണ്ട്, പ്രിൻറ്റ് സ്ക്രീൻ എന്നും പറഞ്ഞിട്ടൊരു കീ ഉണ്ട്. അപ്പോൾ ആ കീ ഞാനിവിടെ ഡിസ്പ്ലേയിൽ ഞാൻ കാണിച്ചു തരാം. പ്രിൻറ്റ് സ്ക്രീൻ കീ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കീ ആണ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള കീ. അപ്പോൾ ഈ കീ നമ്മൾ പ്രസ് ചെയ്യുക. ഈ കീ ഒന്ന് പ്രിൻറ്റ് സ്ക്രീൻ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പിന്നെ അത് കോപ്പി ചെയ്യണം. അത് കോപ്പി ചെയ്യലാണ് അതിൻ്റെ പ്രസ്സിങ്ങിൻ്റെ ഫങ്ഷന്. പിന്നെ നമുക്കത് പോയി എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യണം. അത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ നമ്മുടെ പെയിൻ്റാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനവിടെ Ctrl+V അടിച്ച് ഞാനിതാ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പേസ്റ്റ് ചെയ്ത് വന്ന സാധനം നിങ്ങൾ കണ്ടോ, ഈ പേസ്റ്റ് ചെയ്ത് വന്ന സാധനം ഇപ്പം ഞാൻ എടുത്തതല്ല. അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ ചെയ്ത പ്രിൻറ്റ് സ്ക്രീൻ വർക്കിംഗ് അല്ല. വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുത്തത് അവിടെ വരും. വർക്കിംഗ് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫങ്ഷൻ കീ പ്ലസ് പ്രിൻറ്റ് സ്ക്രീനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഫങ്ഷൻ കീ പ്ലസ് പ്രിൻറ്റ് സ്ക്രീൻ. അപ്പോൾ ഒന്നുകൂടി ചെയ്യോക്കാം. ഫങ്ഷൻ കീ ഉണ്ട്, അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഫങ്ഷൻ കീ പ്ലസ് പ്രിൻറ്റ് സ്ക്രീൻ. ഓക്കെ, ഫങ്ഷൻ കീ പ്ലസ് പ്രിൻറ്റ് സ്ക്രീൻ ഞാൻ ക്ലിക്ക് ചെയ്തു. പിന്നെ ഒന്നുകൂടി ഇവിടെ പെയിൻറ്റിൽ പോയി Ctrl+V കണ്ടോ, ഇപ്പോഴാണ് എൻ്റെ പ്രിൻറ്റ് സ്ക്രീൻ വർക്കായത്. നേരത്തെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വർക്കായില്ല. അപ്പോൾ അഥവാ നിങ്ങൾക്ക് പ്രിൻറ്റ് സ്ക്രീൻ വർക്കായിട്ടില്ല, അവിടെ താഴെ എഴുതി കാണിക്കാം. പ്രിൻറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ആ സ്വിച്ച് മാത്രം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫങ്ഷൻ കീ പ്ലസ് പ്രിൻറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ആൾട്ട് പ്ലസ് ഫങ്ഷൻ കീ പ്ലസ് പ്രിൻറ്റ് സ്ക്രീൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ നമുക്കത് സേവ് ചെയ്യാൻ നമ്മളിവിടെ ഫയലിൽ പോയി കഴിഞ്ഞാൽ സേവ് ആസ്, ഓക്കെ, സേവ് ആസ് JPG PNG ഏത് സെലക്ട് ചെയ്യാം. PNG സെലക്ട് ചെയ്യുക, നമ്മൾ ഫോൾഡർ സെലക്ട് ചെയ്യുക, അവിടെ S കൊടുത്തിട്ട് സേവ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അത് സേവ് ചെയ്യാം. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ സേവിങ് പ്രോസസ്സ് ഉള്ളത്. നമ്മളെന്ത് ചെയ്യുക, അങ്ങനെ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി S കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, അത് സേവ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ കോപ്പിങ് മാത്രമാണ്. പിന്നെ സേവിങ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലാണ് ചെയ്തത്, പേസ്റ്റൊക്കെ കോപ്പി പേസ്റ്റൊക്കെ ചെയ്തിട്ട്. ഇനി വേറൊരു മെത്തേഡാണ് ഓട്ടോമാറ്റിക്കായിട്ട് സേവിങ്ങിൻ്റെ മെത്തേഡാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരെ നമ്മുടെ സ്റ്റാർട്ടിൽ പോവാം. സ്റ്റാർട്ടിൽ പോയിട്ട് നമ്മളിവിടെ സ്നിപ്പിംഗ് സെർച്ച് ചെയ്യുക, സ്നിപ്പിംഗ്. അപ്പോൾ ഈ സ്നിപ്പിംഗ് ടൂൾ വരും, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്നിപ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ടൂൾ തന്നെയാണ്. അതിൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെക്റ്റാങ്കിൾ ഉണ്ട്, ഫുൾ സ്ക്രീൻ ഉണ്ട്, വിൻഡോ ഓൺലി ഉണ്ട്, പിന്നെ ഒരു പെന്ന് പോലത്തെ ഒരു കട്ടർ ടൂൾ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ സ്നിപ്പിംഗ് ടൂള് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലിപ്പോൾ മോഡ് ഉണ്ട്, ഈ മോഡാണ് നമ്മൾ നോക്കേണ്ടത്. ഫ്രീ ഫോം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഫ്രീ ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് റെക്റ്റാങ്കുലർ ഉണ്ട്. റെക്റ്റാങ്കുലറിൽ നമുക്ക് ന്യൂ മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ മാത്രമായിട്ട് എടുക്കാൻ പറ്റും. ന്യൂ സെലക്ട് ചെയ്യുക, എന്നിട്ട് വിൻഡോ സ്നിപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ ക്ലിക്ക് ചെയ്ത ഉടനെ ഇവിടെ എന്ത് ചെയ്യും, അത് സ്ക്രീൻഷോട്ടേ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ സേവ് ബട്ടൺ ഉണ്ടാവും. സേവ് ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ സെലക്ട് ചെയ്തിട്ട് ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് അതുകൊണ്ട് സേവ് ചെയ്യുക. ഓക്കെ, S ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യുക. പിന്നെ വേറെ മോഡ് ഇവിടെ നമുക്ക് വിൻഡോസും ഉണ്ട്, ഫുൾ സ്ക്രീനും ഉണ്ട്. ഫുൾ സ്ക്രീൻ എന്ന് പറയുമ്പോൾ അടുത്ത ടാസ്ക് ബാർ അടക്കം വരും. അപ്പോൾ അത്രയാണ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളത്. ഇനി ഇതല്ലാതെ ഒരു മെത്തേഡും കൂടി ഉണ്ട്. നമുക്ക് Windows+Shift+S ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ മുകളിൽ ഇങ്ങനെ വരും സ്നിപ്പിംഗ് ടൂൾ. സെയിം സ്നിപ്പിംഗ് ടൂൾ തന്നെയാണ്. ഇത് ഫുൾ സ്ക്രീൻ സ്നിപ്പ്, ഇത് വിൻഡോസ് സ്നിപ്പ്, ഇത് ഫ്രീ ഫോം സ്നിപ്പ്, ഓക്കെ, ഇത് റെക്റ്റാങ്കുലർ സ്നിപ്പ്. സെയിം ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ സേവിങ് ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ കോപ്പി പേസ്റ്റ് ആ മെത്തേഡാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ചാനലിൽ ഇതുപോലെ വീഡിയോസ് ഇനി ലഭിക്കുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നത് വരെ ബൈ ഫ്രം ഷമീൽ ആൻഡ് ഓൾവേസ് ലീവ് ലൈവ്. ടാറ്റ.